തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും പ്രാർത്ഥനാ ജീവിതത്തിൽ വളർത്തുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ അതിശക്തമായ ഒരു വചനം നൽകുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം. സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് തുറന്ന് നമുക്ക് ഒരുമിച്ച് വായിച്ച് അഭിഷേകം പ്രാപിക്കാം. സെൻറ്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, 2nd ലെറ്റർ, ചാപ്റ്റർ 6 വേർഡ്സ് 2. വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം ഏതാണ്? കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് ഇങ്ങനെ ചോദിച്ചു, അച്ഛാ, ഒരു ദിവസത്തിൽ 24 മണിക്കൂർ സമയമുണ്ടല്ലോ, അതിൽ ഏറ്റവും നല്ല പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സമയം അച്ഛനൊന്ന് പറഞ്ഞേ. മറ്റൊരു വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, അച്ഛാ, ഇന്ന സ്ഥലത്ത് പോയാൽ നല്ല പ്രാർത്ഥനയാണ്, അഭിഷേകമാണെന്ന് കേട്ടിട്ടുണ്ട്, എനിക്കവിടെ പോകാൻ പറ്റില്ല, അപ്പം ഞാൻ എന്തു ചെയ്യും? എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഞാൻ എന്തു ചെയ്യും? ഏറ്റവും നല്ല സമയം ഏതാണ്? എവിടെ പോയാലാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്? ഇങ്ങനെ ഈ വിഷയത്തോട് ചേർന്ന് പലവിധ ചിന്തകളും ചോദ്യങ്ങളും സംശയങ്ങളും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ഇവിടെയാണ് പൗലോസ്ലീഹ പറയുന്ന ഈ വചനത്തിൻ്റെ അർത്ഥം. വചനം പഠിപ്പിക്കുകയാണ്, ഇതാ ഇപ്പോൾ, നാളെയല്ല, അടുത്ത ആഴ്ചയല്ല, അടുത്ത വർഷമല്ല, ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. നാളെ എന്ന് പറഞ്ഞാൽ എന്താവും? നീളയാകും. ചിലരെയൊക്കെ ധ്യാനത്തിന് വിളിക്കുമ്പോൾ അവർ പറയും, അച്ഛാ, അടുത്ത മാസം വരാം. ഇങ്ങനെ പറഞ്ഞ് പല മാസങ്ങൾ കടന്നെന്നല്ലാതെ ഇന്ന് വരെ ധ്യാനിക്കാൻ പറ്റാത്തവരുണ്ട്. ഒരു ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ആവട്ടെ, ഇപ്പം സമയമില്ല എന്ന് പറയുന്നവരുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ പറയുക, നാളത്തേക്കല്ല മാറ്റിവെക്കേണ്ടത്, മറിച്ച് ഇപ്പോൾ നീ ആയിരിക്കുന്ന ഇടം അതെവിടെയാണോ അവിടെയാണ് അഭിഷേകമുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലാണ് ഒരു കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ. അപ്പം അങ്ങനെയായി നമ്മുടെയൊക്കെ പല കുടുംബങ്ങളുടെ അവസ്ഥ. മിക്കവാറും കുടുംബങ്ങളിലും പല കുടുംബാംഗങ്ങളും കാനഡയിൽ, UK, ഓസ്ട്രേലിയയിൽ, ഗൾഫ് നാടുകളിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലേക്കുള്ളവരുണ്ട്. അപ്പോൾ ഈ കുടുംബാംഗങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോലും ഇപ്പോൾ നമുക്ക് സമയമില്ല. കാരണം പല സ്ഥലങ്ങളിലും പല സമയരീതികളാണ്. അപ്പോൾ ചോദ്യം, ഇതപ്പോൾ എങ്ങനെ സംഭവിക്കും? എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. പൗലോസ്ലീഹ പറയുകയാണ്, സ്ഥലകാലങ്ങൾക്കതീതനായ ഒരു ദൈവമുണ്ട്. ഈ സമയം ഇതാണ് രക്ഷയുടെ സമയം, നാളത്തേക്ക് മാറ്റിവെക്കണ്ട. തിരുവചനത്തിൽ വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ ഒരു സംഭവം പറയട്ടെ. അത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാനാൻകാരിയായ ഒരമ്മയെക്കുറിച്ച് ബൈബിൾ വചനം പഠിപ്പിക്കുന്നു. സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 15 അതിൻ്റെ 22-ാം തിരുവചനം, ചാപ്റ്റർ 15 വേർഡ്സ് 22. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു.
ഒരമ്മ കരഞ്ഞുകൊണ്ട് പറയുക, ഈശോയെ, എൻ്റെ മകളുടെ കാര്യം വലിയ കഷ്ടമാണ്, അവളെ പിശാചി പിടികൂടിയിരിക്കുക, നീ ഒന്ന് കനിയണം. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ മക്കളെക്കുറിച്ചോ നമ്മുടെ കുടുംബത്തിലെ പലരെയും കുറിച്ച് ഭാരപ്പെട്ട് പറയല്ലേ, എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എന്തു ചെയ്യും, ദൈവമേ നീ ഒന്ന് ഇടപെടണം. ദാ ഈ സ്ത്രീ, ഈ അമ്മ കരഞ്ഞുകൊണ്ട് വന്ന് പറയുകയാണ്, ഈശോയെ നീ ഒന്ന് കനിയണം. പിന്നീട് നമ്മൾ ഈ വചനഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം, യേശുവും ഈ അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ്. പലവിധ കാര്യങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് അവസാന ഭാഗത്ത് 28-ാം തിരുവചനം ഇങ്ങനൊരു വചനമുണ്ട്. വചനം ഇങ്ങനെയാണ്: യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. സംഭാഷണത്തിൻ്റെ അവസാനം യേശു പറയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം അത്രമേൽ വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ദാ ഈ സമയം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തോരം കാര്യങ്ങളിലാണ് നമ്മുടെ ഉള്ളിലെ ഭാരമല്ലേ. ഇതാ ഈശോ നിന്നോട് പറയാണ്, നിൻ്റെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് നിൻ്റെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. എന്നിട്ട് തൊട്ടടുത്ത വചനം ശ്രദ്ധിക്കണേ. വചനം ഇങ്ങനെയാണ്: ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. എപ്പോൾ മുതൽ? ആ സമയം മുതൽ. എപ്പോഴാണോ ഒരമ്മ വന്ന് കരഞ്ഞുകൊണ്ട് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, ആ സമയം മുതൽ ഒരു ദിവസത്തിൻ്റെ ഇന്ന സമയം നോക്കിയിട്ടല്ല, ഇന്ന സ്ഥലത്ത് പോയിട്ടല്ല, മറിച്ച് എപ്പോഴാണോ ആ സഹോദരിയുടെ ഉള്ളിൽ പ്രാർത്ഥനാവരം ജ്വലിച്ചത്, ആ സമയം അമ്മ യേശുവിൻ്റെ മുമ്പിൽ ചെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്ന സമയം, ഇന്ന ദേശം എന്ന് പറഞ്ഞ് നാളെ എന്ന് മാറ്റിവെക്കാതെ ദാ ഇപ്പോൾ ഈ സമയം ഒരു തീരുമാനമെടുക്കാം. എന്തിനുള്ള തീരുമാനം? പ്രാർത്ഥിക്കാനുള്ള തീരുമാനം, തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കാനുള്ള തീരുമാനം. ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരിയുടെ ഒരു സാക്ഷ്യം കേൾക്കാൻ ഇടവന്നു. നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ വന്ന് പറഞ്ഞൊരു സാക്ഷിയാണ്. ഈ സ്ത്രീയുടെ ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ടിട്ട് ആശുപത്രിയിൽ 21 ദിവസത്തോളം ICUവിൽ അഡ്മിറ്റായി. 1-2 ദിവസമല്ല, സ്ഥലം എവിടെയാണ്? ICUവിലാണ്. 21 ദിവസത്തോളം ഈ കുടുംബം മുഴുവൻ കണ്ണുനീരിലാണ്. 21 ദിവസമായിട്ട് ആശുപത്രിയിൽ ഈ മനുഷ്യന് ബോധം തെളിഞ്ഞിട്ടില്ല. ഡോക്ടർമാർ ഇവരോട് പറഞ്ഞു, ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അപ്പോഴാണ് ഈ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ചൊരു ഭാര്യ, ഒരു തീരുമാനമെടുത്തു. ധ്യാനകേന്ദ്രത്തിൽ പോയി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഇവിടെ നടന്ന ഒരു സാറ്റർഡേ ശുശ്രൂഷയിൽ ഈ സഹോദരി മറ്റു കുടുംബാംഗങ്ങളുമായിട്ട് വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരോടെ പ്രാർത്ഥന. ഈ സഹോദരിയുടെ പ്രാർത്ഥന എന്തെന്നറിയോ? അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ സഹോദരി പ്രാർത്ഥിച്ചത് സ്വന്തം ഭർത്താവിന് വേണ്ടി മാത്രമല്ല, ആശുപത്രികളിൽ ഇതുപോലെ അസ്വസ്ഥമായ മനസ്സോടുകൂടെ കഴിയുന്ന ഒത്തിരി പേരുണ്ട്. കർത്താവേ, കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭർത്താവ് 21 ദിവസമായിട്ട് ബോധം കെട്ട് കഴിയാണ്, ICUവിലാണ്. എൻ്റെ ഭർത്താവിനെ അങ്ങ് തൊടണം. അതുപോലെ തന്നെ അനേക രോഗികൾക്ക് വേണ്ടി ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. സംഭവിച്ച സംഭവം എന്താണെന്നറിയോ? ഈ സഹോദരി ആരാധന മധ്യേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം അങ്ങ് ദൂരെ ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന ഭർത്താവ്, ഇതാ ആ മനുഷ്യൻ ബോധത്തിലേക്ക് കടന്നു വരികയാണ്. സാവധാനം കണ്ണ് തുറക്കപ്പെടുകയാണ്. അത്ഭുതകരമായ കാര്യം. ആശുപത്രി ഡോക്ടർമാർക്ക് അത്ഭുതമായി. അന്വേഷിച്ചപ്പോൾ അവർ തന്നെ സ്ഥിരീകരിച്ച കാര്യം എന്താണെന്നറിയോ? ഇതൊരു ദൈവീക പ്രവൃത്തിയാണ്. ഡോക്ടർമാരൊന്നടങ്കം പറയാണ്, ഇതൊരു ദൈവീക പ്രവൃത്തിയാണ്.
കാര്യം നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദാ ഇവിടെ കിടന്ന മനുഷ്യൻ കണ്ണു തുറന്നു. ഐസിയുവിൽ നിന്ന് ഈ മനുഷ്യൻ പുറത്തു വന്നു. പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷം ധ്യാനമന്ദിരത്തിൽ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യമാണ്, 21 ദിവസമായിട്ട് ആശുപത്രിയിൽ ഐസിയുവിൽ കിടന്ന എൻ്റെ ഭർത്താവിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടേ? നാളത്തേക്ക് മാറ്റിവെക്കാനല്ല. ഇപ്പോൾ നമ്മളൊക്കെ പലവിധ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന സമയമല്ലേ? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലാണ് നമ്മൾ. എന്തെല്ലാം അനുഭവങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ള. ഈ സങ്കടങ്ങളുടെ നടുവിൽ ഈശോ പറയുന്ന കാര്യം എന്താണെന്നറിയോ? നീ ആയിരിക്കുന്നിടത്ത് നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, നിനക്കുത്തരം ലഭിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം, സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 8, നമ്മളവിടെ കാണുന്നത് ശതാധിപനെ കുറിച്ചാണ് അല്ലേ? സൈന്യങ്ങളുടെ ഒരു അധിപനായിട്ട് നിൽക്കുന്നൊരുത്തൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ മിലിറ്ററി ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ്റെ സ്ഥാനമുള്ളൊരു വ്യക്തി. അങ്ങനെയുള്ളൊരു വ്യക്തി യേശുവിൻ്റെ പക്കൽ വരികയാണ്. എന്നിട്ട് എന്താ പറഞ്ഞേ? 8-ാം അധ്യായം 5-ാം തിരുവചനം, യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കഴിയുന്നു. ഇതാണ് ഈശോയോട് പറഞ്ഞത്. ഈശോയെ, എൻ്റെ ഭൃത്യൻ, എൻ്റെ വീട്ടിലൊരാൾ ഇതാ സഹിച്ചു കഴിയുന്നു, തളർവാദം പിടിപെട്ട് കഴിയുക, വേദന അനുഭവിച്ച് കഴിയുക, നീ ഒന്ന് ഇടപെടണം. പിന്നീട് അവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ ഉണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, 13-ാം തിരുവചനം, യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണോ ആ വ്യക്തി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചത്, എപ്പോഴാണ് ആ ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്താൻ തീരുമാനിച്ചത്, ആ സമയം തന്നെ അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ 25-ാം തിരുവചനം മുതൽ പരിചയമുള്ളൊരു വചനമുണ്ട്. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും തടവറയിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ചു. അപ്പസ്തോല പ്രവർത്തനം എഴുതിയ രചയിതാവ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, അർദ്ധരാത്രിയിൽ ആ സമയത്ത് പ്രാർത്ഥിച്ച അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പറന്നിറങ്ങുകയാണ്. വലിയ വിടുതൽ. പ്രിയപ്പെട്ടവരെ, എന്താ ഈ വചനമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം? പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സമയമോ കാലമോ മാറ്റിവെക്കാതെ അതിനപ്പുറം എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് അവസരം കിട്ടുന്നോ അപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. ഞാനിത് പറയുമ്പോൾ ദിവസവും ഒരു നിശ്ചിതമായ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. ചില സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. അതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്, മറിച്ച് പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒഴിവ് കഴിവ് പറഞ്ഞ് ഒരു ശുശ്രൂഷയിൽ ഒട്ടും താല്പര്യമില്ലാതെ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്ന ഓരോ വ്യക്തിയോടുമാണ് ഇന്നത്തെ ഈ വചനം പഠിപ്പിക്കുന്നത്. ഇതാണ് നിൻ്റെ ജീവിതത്തിലെ സ്വീകാര്യമായ സമയം. നാളെ അല്ല. ഒരു വ്യക്തി ഡൽഹിയിൽ ഒരു ഓഫീസ് ജോലി ചെയ്യാണ്. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ, നല്ല പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ വളരണ്ടേ, എപ്പോഴാണ് ഒരു ധ്യാനം കൂടാനൊക്കെ വരുന്നത്? അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ വരും അച്ഛാ, ഞാൻ വരും. ഞാൻ ചോദിച്ചു, എപ്പോഴാണ് വരുന്നേ? അച്ഛാ, ഞാൻ റിട്ടയർഡായി കഴിഞ്ഞതിന് ശേഷം പിന്നെ മുഴുവൻ സമയം അച്ഛൻ്റെ കൂടെ അച്ഛാ. റിട്ടയർഡായതിന് ശേഷം ഞാൻ ധ്യാനമന്ദിരത്തിൽ വന്ന് ജീവിച്ചോളാം. ഇപ്പോൾ അച്ഛാ ഞാനൊന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന സമയമാണ്. ഇപ്പം അച്ഛാ ഇതൊരു ത്രില്ലടിച്ച് നടക്കുന്ന സമയമാണ്. നാളെ ആവട്ടെ എന്ന്, ഒരു ധ്യാനം കൂടെ സമയമില്ല, റിട്ടയർഡായി കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇടപെടുന്നത് നാളേക്ക് മാറ്റിവെക്കുമ്പോഴല്ല, മറിച്ച് ഒരുക്കത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നത് ഈ സമയത്താണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സമയത്തെക്കുറിച്ച്
കൃത്യമായ ചില മേഖലകൾ പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യോഹന്നാൻ സുവിശേഷകൻ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 39-ാം വചനം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39-ാം തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് സ്നാപക യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശുവിൻ്റെ കൂടെ ഒരു ദിവസം താമസിച്ചു. അപ്പോൾ ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 39 വചനം ഇങ്ങനെയാണ്: അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. ആര്? സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ പോയി താമസിച്ചു. തൊട്ടടുത്ത വചനം: അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ എന്ന രചയിതാവ് എഴുതി വച്ചിരിക്കുക, അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. എന്തിനാണാവോ ഇങ്ങനെ ഒരു സമയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? സാധാരണ ഒരു ഘടികാര സമയമാണോ? കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ തുടർച്ചയായിട്ട് പല സ്ഥലത്ത് വായിച്ചു പോകുമ്പോഴൊക്കെ ഈ മണിക്കൂറിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. 4-ാം അധ്യായത്തിന് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് യേശു സമരിയാക്കാരി സ്ത്രീയെ കാത്തിരിക്കുന്ന രംഗമാണ്. അവിടെ യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 6-ാം തിരുവചനം: യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്തു ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. തൊട്ടടുത്ത വചനങ്ങളൊക്കെ വരുന്നത് എന്തിനെക്കുറിച്ചാണ്? സമരിയാക്കാരിയെക്കുറിച്ചാണ്. ഇങ്ങനെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിൽ ഈ 6-ാം മണിക്കൂർ, 7-ാം മണിക്കൂർ എന്നിങ്ങനെ മണിക്കൂർ സൂചിപ്പിക്കുന്നുണ്ട്. അതെന്തിനാണാവോ? വായിക്കുന്ന വ്യക്തിക്ക് സ്ഥലകാലബോധം കിട്ടാൻ, സമയത്തെക്കുറിച്ച് അറിവ് കിട്ടാൻ എന്നതിനേക്കാൾ ഉപരിയായി യോഹന്നാൻ എന്ന കൂർമ്മബുദ്ധിയുള്ള ഗ്രന്ഥരചയിതാവ് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ഗ്രീക്ക് ഭാഷയിലെ 2 പദങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് സമയം എന്നുള്ളതിന് 2 പദങ്ങൾ ഗ്രീക്ക് ഭാഷയിലുണ്ട്. ഒന്ന് ക്രോണോസ് എന്ന് പറയും. എന്താണ് ക്രോണോസ്? ക്രോണോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടികാര സമയം. ഉദാഹരണത്തിന് ഇപ്പോൾ സമയം എന്തായി എന്ന് ചോദിച്ചാൽ വാച്ച് നോക്കി നമ്മൾ കൃത്യസമയം പറയും, അല്ലേ? സമയം നോക്കിക്കേ, ഇപ്പോൾ സമയം എത്രയായി കണ്ടില്ലേ? ഇതാണ് ക്ലോക്ക് ടൈം, ഘടികാര സമയം. എന്നാൽ മറ്റൊരു വാക്കുണ്ട്, അത് കെയ്റോസ് എന്നാണ്. എന്താണ് കെയ്റോസ്? അപ്പോൾ 2 പദങ്ങൾ പഠിച്ചല്ലോ. ഒന്ന് ക്രോണോസ്, മറ്റൊന്ന് കെയ്റോസ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് ടൈം, ഘടികാര സമയം. കെയ്റോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇടപെടുന്ന സമയം. ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇടപെടുന്ന സമയം. യോഹന്നാൻ ശ്ലീഹ വളരെ ബോധപൂർവം ഈ മണിക്കൂർ എന്നുള്ളത് ചില സ്ഥലത്ത് പ്രയോഗിച്ചിരിക്കുന്നത് ഘടികാര സമയത്തെ സൂചിപ്പിക്കാനല്ല, മറിച്ച് കെയ്റോസ്, ദൈവം ഒരു മനുഷ്യൻ്റെ മേൽ വ്യക്തിപരമായി ഇടപെടുന്ന മുഹൂർത്തത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇതെപ്പോഴാ? എപ്പോഴെല്ലാം ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തുന്നു അപ്പോഴെല്ലാം ഒരു കെയ്റോസ് അനുഭവം നമ്മൾ സ്വന്തമാക്കുകയാണ്. സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ വന്ന് ഒരു ദിവസം താമസിച്ച് അന്ന് 10-ാം മണിക്കൂറായിരുന്നു എഴുതി വച്ചിരിക്കുന്നത്. ആ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ദൈവം അവരെ വ്യക്തിപരമായി സ്പർശിച്ച സമയമായിരുന്നു. സമരിയാക്കാരിയെക്കുറിച്ച് ഇതാ മണിക്കൂർ എഴുതി വച്ചിരിക്കുന്നത് കൃത്യമായി സമരിയാക്കാരിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയത്തെക്കുറിച്ചാണ്. എൻ്റെ ജീവിതത്തിലും കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഈ കെയ്റോസ് അനുഭവങ്ങളുണ്ട്, ദൈവം ഇടപെടുന്ന മുഹൂർത്തങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നത് എന്താ? ഇതാ
സ്വീകാര്യമായ സമയം. ഇതാ രക്ഷയുടെ സമയം. ഈ ദൈവിക ഇടപെടലിന് വേണ്ടി നമ്മൾ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കേണ്ടതല്ല, മറിച്ച് ലഭിക്കുന്ന ഓരോ സമയവും ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഓരോ സമയവും ഓരോ അഭിഷേകം നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ. ഇപ്പോൾ ഈ വചന ശുശ്രൂഷ പങ്കെടുക്കാൻ ഇത് ദൈവത്തിൻ്റെ ഒരു നിയോഗമല്ലേ? അല്ലേ? ദൈവത്തിൻ്റെ നിയോഗമാണിത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. നിനക്ക് എന്തെല്ലാം പണികളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ വ്യാപൃതനാകുന്നു. പക്ഷേ ഇപ്പോൾ ഈ വചനം കേൾക്കാൻ ഇടവരുത്തിയത് ആരാ? ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന അഭിഷേകം ജ്വലിക്കുകയാണ്. ഇതാണ് ദൈവം നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. അതായത് പ്രാർത്ഥന അനുഭവത്തിൽ വളരാനുള്ള സാധ്യതകൾ ഇതാ ദൈവം ഒരുക്കുന്നു. നമ്മുടെയൊക്കെ കുടുംബാംഗങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ കുടുംബാംഗങ്ങൾ. പണ്ടത്തെ പോലെയല്ല. മിക്കവാറും എല്ലാ വീട്ടിൽ നിന്നും പലരും പല സ്ഥലങ്ങളിലാണ്, പഠിക്കാനോ ജോലിക്കൊക്കെയായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെയ്യേണ്ട കാര്യം ലഭിക്കുന്ന സമയങ്ങളിലൊക്കെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന അനുഭവത്തിൽ വളരുക. അതിന് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉപയോഗിക്കുക. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും? നാളെ നീളെ ഒന്നും സംഭവിക്കില്ല. മറിച്ച് ലഭിക്കുന്ന സമയം, ഈ സമയമാണ് പരിശുദ്ധാത്മാവ് എന്നിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന സമയമെന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പാപപീഡകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും. പലരും എന്ത് ചെയ്യുന്നറിയോ? ഇന്ന് ഞാൻ സുഖിക്കുന്നു, ഇന്ന് ഞാൻ ആത്മീയ ജീവിതത്തിലല്ല, ഇന്ന് ഞാൻ ലൗകിക ജീവിതത്തിലാണ്, ഇന്ന് ഞാൻ അടിച്ചു പൊളിക്കുന്നു, നാളെ ഞാൻ നന്നാവാം, നാളെ ഞാൻ ശരിയാവാം. ഇതിങ്ങനെ എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കും. ഒരു മദ്യപാനിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹത്തെ എപ്പോഴൊക്കെ സംസാരിച്ചാൽ അദ്ദേഹം പറയുന്നത്, അച്ഛാ ദേ ഇന്നത്തതോടുകൂടെ, ഇത് ലാസ്റ്റാണച്ചാ, ഇന്നത്തതോടുകൂടെ ഞാൻ അവസാനിപ്പിക്കാം. ഇത് പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല. നാളെ നീളെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് പരിപോഷിപ്പിക്കാം. ലഭിക്കുന്ന അവസരങ്ങൾ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കൊന്ത ചെല്ലാൻ ലഭിക്കുന്ന അഭിഷേകത്തിൻ്റെ കൃപ അതൊട്ടും നഷ്ടപ്പെടുത്താതിരിക്കുക. വചനം വായിക്കാൻ ലഭിക്കുന്ന അഭിഷേകം അത് ഉപയോഗിക്കുക. ഒരുപക്ഷെ പലരും പറയും, കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛാ പള്ളിയിലൊക്കെ ഇപ്പോൾ പല രീതികളിലാണ്, പല നിയന്ത്രണങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതാണ് സ്വീകാര്യമായ സമയമായി മാറ്റപ്പെടുന്നത്. നാളത്തേക്ക് മാറ്റിവെക്കാനുള്ളതല്ല. ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നു, ദാ സഹോദരാ സഹോദരി, ഇതാണ് നിൻ്റെ ജീവിതത്തിലെ സ്വീകാര്യമായ സമയം. നാളത്തേക്ക് മാറ്റിവെക്കേണ്ട. ദാ ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകം, ഈ സമയത്ത് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നമ്മിലൊക്കെ പരിശുദ്ധാത്മാവ് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.